അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ചികിത്സ ആരംഭിച്ചു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. 3 പീടിക സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ചികിത്സ ആരംഭിച്ചു. ബുധനാഴ്ച രാവിലെയാണ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ മയക്കുവെടിവെച്ചത്. മയക്കുവെടിയേറ്റതിനോടെ മയങ്ങി വീണ ആനയുടെ ജീവനിൽ ആശങ്ക ഉയർന്നിരുന്നു. എന്നാൽ ആനയെ കുങ്കിയാനകളുടെ സഹായത്തോടെ എഴുന്നേൽപ്പിച്ച് വാഹനത്തിൽ കയറ്റിയതോടെ ദൗത്യം വിജയം കാണുകയായിരുന്നു. മയക്കുവെടിയേറ്റതിനെ തുടർന്ന് മയങ്ങി വീണ കൊമ്പന്റെ മസ്തകത്തിലെ മുറിവ് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ശുചിയാക്കി. പുഴുവരിച്ച നിലയിലായിരുന്നു മുറിവ്. ജനുവരി 15 മുതൽ മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ കൊമ്പനെ പ്ലാന്റേഷൻ തോട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പരിക്ക് ഗുരുതരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ 24-ന് മയക്കുവെടിവെച്ച് തളച്ച് ചികിത്സ നൽകി വിട്ടിരുന്നു. എന്നാൽ ഈ മുറിവിൽ പുഴുവരിച്ച നിലയിൽ കണ്ടതോടെയാണ് ആനയുടെ ജീവനിൽ ആശങ്ക വന്നത്. തുടർന്ന് ആനയെ മയക്കുവെടിവെച്ച് തളച്ച് ചികിത്സിച്ച് ഭേദമാക്കുന്നതുവരെ കൂട്ടിൽ പാർപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിലാണ് ചികിത്സ ആരംഭിച്ചിരിക്കുന്നത്. 1.5 മാസത്തോളം തുടർ ചികിത്സ വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മസ്തകത്തിലെ മുറിവ് പൂർണ്ണമായി ഉണങ്ങി ആന ആരോഗ്യവാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഏവരും. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. 3 പീടിക സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. വളയും മാലയും മോതിരവും വാങ്ങിയ ശേഷം 5,67,700 രൂപ വരുന്ന ബില്ല് നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടക്കുകയാണെന്ന് പറഞ്ഞ യുവാവ് പണമടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു. നെഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിൻ്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ചു ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് ഇയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിൽ വന്ന യുവാവിൻ്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ 3 പീടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പീടികയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാരൻ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല. ഇതിന് ശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാൾ എത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും. ആധുനിക സൗകര്യങ്ങളോട് കൂടിയാണ് പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളിലായി 7,231 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കെട്ടിട നിർമ്മാണത്തിന് 200 ലക്ഷം രൂപ അനുവദിച്ചത്. 2022 ഡിസംബർ 19-ന് ഉടമ്പടി പൂർത്തീകരണ കാലാവധിയിൽ ഒപ്പുവച്ചു. 17 മാസമായിരുന്നു നിർമ്മാണ കാലാവധി. 2 നിലകളിലായി 7,231 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. താഴത്തെ നിലയിൽ AEO റൂം, ഓഫീസ്, ഡൈനിങ് റൂം, സ്റ്റെയർകേസ്, എയ്ഡഡ് റെക്കോർഡ് റൂം, ടോയ്ലറ്റുകൾ, വരാന്ത, റാമ്പ് എന്നിവയും 1-ാം നിലയിൽ കോൺഫറൻസ് ഹാൾ, റെക്കോർഡ് റൂമുകൾ, സ്റ്റെയർ റൂം, ടോയ്ലറ്റുകൾ എന്നിവയുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കാലപ്പഴക്കത്തെ തുടർന്ന് ജീർണാവസ്ഥയിലായ കെട്ടിടത്തിലാണ് ഇപ്പോൾ ഉപജില്ലാ ഓഫീസ് പ്രവർത്തനം.
ചാലക്കുടി ഉപജില്ലാ ഓഫീസിന് പുതിയ കെട്ടിടമെന്ന ചിരകാല സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. ദേശീയപാത കൊടകരയിൽ തുപ്പൻകാവ് പാലത്തിന് സമീപം പിക്കപ്പ് വാൻ ഇടിച്ചു മറിഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:30 ആയിരുന്നു അപകടം. പുതുക്കാട് ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന പിക്കപ്പ് വാനാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ ദിശയിൽ സഞ്ചരിച്ചിരുന്ന മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു മറിയുകയായിരുന്നു. ഡ്രൈവർക്ക് നിസ്സാര പരിക്കേറ്റു. സ്വർണ്ണമാല പൊട്ടിക്കാൻ ശ്രമിച്ച പ്രതികൾ കുടുങ്ങി. പ്രതികൾ റിമാൻഡിൽ. വല്ലപ്പാടി എന്ന സ്ഥലത്ത് വച്ച് ബൈക്കിലെത്തി വീട്ടമ്മയുടെ മാല പൊട്ടിച്ചെടുത്ത കേസിലെ പ്രതികളാണ് റിമാൻഡിലായത്. ഫെബ്രുവരി 18 രാവിലെ 10:30 കൊടകര വല്ലപ്പാടി ഡിവൈൻ പ്ലാസ്റ്റിക് കമ്പനിക്ക് സമീപം വെച്ച് സംഭവം നടന്നത്. കൊടകര പഞ്ചായത്തിന്റെ കെട്ടിട നികുതി അടച്ചതിനു ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന കൊടകര വല്ലപ്പാടി സ്വദേശിനിയായ സ്ത്രീയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോകാൻ ശ്രമിച്ച ചാലക്കുടി പരിയാരം പൊയ്യക്കാരൻ അനിൽ, അതിരപ്പള്ളി പെരിങ്ങൽകുത്ത് കാടർ കോളനി അമൽകൃഷ്ണ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. അനിൽ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ 2024 കാഞ്ഞിരപ്പള്ളിയിലുള്ള വീട്ടിൽ റൂമിൽ സൂക്ഷിച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, ജാതി ഫ്ലവർ എന്നിവ മോഷണം ചെയ്തുകൊണ്ടുപോകാൻ ശ്രമിച്ച കേസിലെ പ്രതിയും കൊരട്ടി പോലീസ് സ്റ്റേഷനിൽ 2021 ലഹരിക്കടിമപ്പെട്ട് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ ഭീഷണിപ്പെടുത്തി തടഞ്ഞു കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേസിലെ പ്രതിയുമാണ്. ആനകളുടെ സ്നേഹബന്ധത്തിനു കൂടി സാക്ഷ്യം വഹിക്കാനിടയായ സംഭവമാണ് അതിരപ്പള്ളിയിൽ അരങ്ങേറിയത്. മയക്കുവെടിയേറ്റ ആനയെ ചേർത്തുപിടിച്ച് മറ്റൊരു കാട്ടാന രക്ഷപ്പെടുത്താൻ നടത്തിയ ശ്രമം ഏവരെയും അമ്പരപ്പിച്ചു. ആന മയങ്ങി വീണിട്ടും ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പൻ അവിടെ നിന്ന് മാറാതെ നിന്നത് രക്ഷാപ്രവർത്തനത്തിന് ആശങ്കയായി. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ഇതിനെ തുരത്തി ഓടിച്ചാണ് ഡോക്ടർമാരുടെ സംഘം പരിക്കേറ്റ ആനയ്ക്ക് അരികിലെത്തിയത്. ഇനി മറ്റു വാർത്തകളിലേക്ക്. മച്ചാടിന്റെ തട്ടകദേശങ്ങൾ മാമാങ്കത്തിന്റെ ആവേശത്തിമിർപ്പിലായി. മച്ചാട് മലനിരകളുടെ പശ്ചാത്തലത്തിൽ വർണ്ണാഭമായ കുതിരവേലയ്ക്ക് തുടക്കം. മംഗലം, പാർലിക്കാട്, കരുമത്ര, വിരുപ്പാക്ക, മണലിത്തറ ദേശങ്ങൾ മാമാങ്ക സന്നിധിയായ തിരുവാണിക്കാവിലേക്ക് പൊയ്ക്കുതിരകളെ തോളിലേറ്റി പുറപ്പെട്ടു. കൊയ്ത്തു കഴിഞ്ഞ് പരന്നുകിടക്കുന്ന പാടങ്ങളിലൂടെ ദേശക്കാർ പൊയ്ക്കുതിരകളുമായി ദേവീസന്നിധിയിലേക്ക് ഓടിയെത്തി. ഊഴമനുസരിച്ച് ഇത്തവണ മാമാങ്കത്തിന് നേതൃത്വം പുന്നംപറമ്പ് ദേശത്തിനാണ്. ക്ഷേത്രവക കുതിരകളുമായി കാവുകയറുന്ന സ്ഥലത്തെത്തി ദേശക്കുതിരകളെ അവർ കാവിലേക്ക് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ സ്വീകരിച്ചു. പെരുവനം കുട്ടന്മാരുടെ പ്രാമാണ്യത്തിൽ 100-ലധികം കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡിമേളം കൊട്ടിക്കലാശിച്ചതോടെ മാമാങ്കത്തിന്റെ ആകർഷണമായ കുതിരകളി അരങ്ങേറി. പൊയ്ക്കുതിരകളെ മുകളിലേക്കെറിഞ്ഞ് പന്തലിൽ തൊടുവിക്കുന്ന ചടങ്ങ് ആവേശമായി. തുടർന്ന് ഹരിജൻവേല, നാദസ്വരം, രാത്രി തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്. ബുധനാഴ്ച പുലർച്ചെ 2-ന് എഴുന്നള്ളിപ്പ്. ചോറ്റാനിക്കര വിജയന്മാരുടെ പ്രാമാണ്യത്തിൽ പഞ്ചവാദ്യം. രാവിലെ 7-ന് കിഴക്കൂട്ട് അനിയന്മാരുടെ പ്രാമാണ്യത്തിൽ പാണ്ഡിമേളം. തുടർന്ന് കുതിരകളി എന്നിവയാണ് ചടങ്ങുകൾ. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. IQACയുടെയും മലയാളം വെൽഡ് വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ സർവമംഗള അസോസിയേഷന്റെ സഹകരണത്തോടെ ഫെബ്രുവരി 19, 20, 21 ദിവസങ്ങളിലായാണ് പരിപാടി നടക്കുന്നത്. സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻഡ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഡീൻ ഓഫ് ആർട്സ് പ്രൊഫസർ ഡോക്ടർ സനിൽ രാജ്, മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സ്വപ്ന C കോമ്പാത്ത്, വെൽഡ് വിഭാഗം അധ്യക്ഷ ആരാധിക TV, സർവമംഗള അസോസിയേഷൻ പ്രതിനിധികളായ ശ്രീജ നടുവം, ആശിഷ് പുറക്കാട്ട്, ജിനേഷ് ആർത്ര എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ജനദ്രോഹ ബജറ്റ് നിയമങ്ങൾക്കും ഭൂമി രജിസ്ട്രേഷൻ വർധനവിനുമെതിരെ അന്നമനട കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അന്നമനട വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കോൺഗ്രസിന് മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ബഡ്ജറ്റ് അവതരിപ്പിച്ച് സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് അവതരിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ആ ബഡ്ജറ്റിൽ ജനദ്രോഹപരമായ ഒട്ടേറെ നികുതികൾ, പ്രത്യേകിച്ചും പാവപ്പെട്ടവരെ സംബന്ധിച്ച്
ദോഷകരമായി ബാധിക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് മാത്രമാണ് ഇന്ന് പ്രധാനമായും ഈ ധർണയ്ക്ക് ആധാരമായി എടുത്തിട്ടുള്ളത്. അതായത് ഭൂനികുതി വർധന. 100 കോടി രൂപ സംസ്ഥാന ഖജനാവിന് സംഭരിക്കാൻ വേണ്ടി പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും 50% നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ജനദ്രോഹ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് പി.കെ. തിലകൻ അധ്യക്ഷത വഹിച്ചു. കെ. രവി നമ്പൂതിരി, നിർമ്മൽ സി പാത്താടൻ, കെ.എ. ഇക്ബാൽ, ടി.കെ. രമേശൻ, ആനി ആൻഡ്രു, സെബു ജോസഫ്, ധന്യ ദേവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറവൂർ ബ്ലോക്ക് 33ാമത് വാർഷിക സമ്മേളനം നടന്നു. ജില്ലാ സെക്രട്ടറി സി.കെ. ഗിരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ടി.ജി. അയ്യപ്പൻപിള്ള അധ്യക്ഷത വഹിച്ചു. മുൻ ഭാരവാഹികളെ ചടങ്ങിൽ അനുസ്മരിച്ചു. പി.കെ. കൃഷ്ണപിള്ള, കെ.എൻ. പീതാംബരൻ, പി.എൻ. ഓമന, കെ.എസ്. സലീം, ടി.എസ്. സുരേന്ദ്രൻ, പി. ചന്ദ്രശേഖരപിള്ള, എ.എ. മുരുകാനന്ദൻ, അംബിക, ജി. കോമളവല്ലി എന്നിവർ സംസാരിച്ചു. സർക്കാരിന്റെ ഭൂനികുതി കൊള്ളയ്ക്കും ജനദ്രോഹ ബജറ്റിനുമെതിരെ മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടമ വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹക്കീം ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഇത് കേവലം ഒരു ധർണയിൽ അല്ലെങ്കിൽ കേവലം ഒരു പ്രതിഷേധം കൊണ്ട് അവസാനിച്ചുകൊണ്ട് കടന്നു പോകുമെന്ന് ഇത് പ്രഖ്യാപിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ ആളുകളോ ഇതുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ അവതരിപ്പിച്ച CPMന്റെ പ്രതിനിധികളോ വിചാരിച്ചുകൊണ്ട് ഒരിക്കലും കടന്നു പോകരുത്. കാരണം 1-2% കേരളത്തിനകത്ത് ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിനകത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഭൂനികുതി എന്ന് പറയുന്നത് 50% ഈ കേരളത്തിനകത്ത് ഭൂനികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 100 രൂപ നികുതി അടച്ചുകൊണ്ടിരുന്നവൻ ഇന്ന് ഖജനാവിലേക്ക് അടയ്ക്കേണ്ടത് 150 രൂപയോളമാണ്. 150 രൂപയാണ് പഞ്ചായത്ത് തലത്തിൽ കടന്നു വന്നിരിക്കുന്നത് എങ്കിൽ അത് കോർപ്പറേഷൻ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ മുനിസിപ്പൽ തലത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിനകത്ത് ഭീമമായ തുകയാണ് ഈ കേരളത്തിനകത്ത് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സോയ് കോലംചേരി, ജോയ് മണ്ടകത്ത്, ജിയോ ജോർജ്, ടി.കെ. ജിനേഷ്, സൈമൺ കളപ്പുരയ്ക്കൽ, കരീം മഞ്ഞളവളപ്പിൽ, നിധ ജോഷി, കെ.ആർ. പ്രേമ, ജോയ് ചാക്കോള, ഷർലി ജോയ്, അഭിപ്രസാദ്, ഷാജു കുന്നത്തോളി, സേവ്യർ കാരക്കാട്ട്, ലിയോ കൊടിയൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വെള്ളാങ്കല്ലൂർ വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഇതെന്ത് സംസ്കാരമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? കേരളത്തില് ഇന്ന് ഖജനാവ് കാലിയാണ്. ഖജനാവിൽ പണമില്ല എന്നാണ് സർക്കാർ പറയുന്നത്. ഖജനാവിൽ പുട്ടടിക്കുവാനും അഴിമതി നടത്താനും ഒരുപാട് പണമുണ്ട്. പക്ഷേ പെൻഷൻ കൊടുക്കാൻ പണമില്ല, ഇവിടെ ശമ്പളം കൊടുക്കാൻ പൈസയില്ല, റോഡുകൾ പണിയാൻ, വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പൈസയില്ല. ഒന്നിനും പൈസയില്ലാതെ ഒരുപാട് ബില്ലുകൾ കെട്ടിക്കിടക്കുന്നു. നിരവധി കോടിക്കണക്കിന് രൂപ കുടിശ്ശികയിൽ കൊടുക്കാൻ കഴിയുമ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിദേശ യാത്ര നടത്തിയതും വിദേശത്ത് പോയ ചികിത്സ നടത്തിയ ഒരൊറ്റ പൈസ പോലും കുടിശ്ശികയില്ല. എല്ലാം കൃത്യമായി എല്ലാ ബില്ലുകളും പാസ്സാക്കുന്നുണ്ട്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് A.A. മുസമ്മിൽ നേതൃത്വം നൽകി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ E.V. സജീവ്, A. ചന്ദ്രൻ, അയൂബ് കരൂപ്പടന്ന, ധർമ്മജൻ വില്ലടത്ത്, K.H. അബ്ദുൽ നാസർ, സലീം അറക്കൽ, കാശി വിശ്വനാഥൻ, V. മോഹൻദാസ്, A.N. സുരേഷ്, റാഫി, സേവാദൾ സ്റ്റേറ്റ് ഭാരവാഹി ജോസഫ്, മഹിളാ നേതാക്കളായ മായ രാമചന്ദ്രൻ, റസിയ അബു, മല്ലിക ആനന്ദൻ, ജബി അലിയാർ, സബീന, പഞ്ചായത്ത് മെമ്പർമാരായ ഷംസു വെളുത്തേരി, നസീമ നാസർ, ബിജു പോൾ, മഞ്ജു ജോർജ്, പാർട്ടി ഭാരവാഹികളായ കബീർ കാരുമാത്ര, സതീഷ്, പ്രദീപ് വള്ളിവട്ടം, ജസീൽ സക്കീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഹേഷ് മുതലായവർ പങ്കെടുത്തു. അന്യായമായ ഭൂനികുതി വർധനവിനും ജനദ്രോഹപരമായ ബജറ്റ് നിർദ്ദേശങ്ങൾക്കുമെതിരെ പുത്തൻചിറ വില്ലേജ് ഓഫീസിലേക്ക് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ധർണ നടത്തി. പുത്തൻചിറ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ ധർണ DCC ജനറൽ സെക്രട്ടറി TM നാസർ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ ഒന്നാം ടേമിന്റെ കാലത്ത് അവസാനത്തെ ബഡ്ജറ്റ് ഒരുപാട് ആനുകൂല്യങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞു കൊടുത്ത ഒരു ബഡ്ജറ്റായിരുന്നു.
ആ ബഡ്ജറ്റിന്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ 4 വർഷം കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ അനുഭവിച്ചത്. അതിന്റെ ദുരന്തം അനുഭവിച്ച കേരളത്തിലെ ജനങ്ങളാണ്. നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ഒരു പ്രതീക്ഷയുമില്ലാതെ വാരിക്കോരി പ്രലോഭനങ്ങൾ നടത്തി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിന്റെ ബഡ്ജറ്റ്, അവസാനത്തെ ബഡ്ജറ്റ്. മണ്ഡലം പ്രസിഡന്റ് വി.എ. നദീർ അധ്യക്ഷത വഹിച്ചു. ടി.എസ്. ഷാജി, ജിജോ അരീക്കാടൻ, സി.കെ. യുദ്ധി, വി.എസ്. അരുൺരാജ്, സുഭാഷ് പനങ്ങാടൻ, വാസന്തി സുബ്രഹ്മണ്യൻ, ടി.കെ. ജോണി, ഷൈജു അമ്പാട്ട്, കെ.പി. പ്രജീഷ്, ജെറോം കരിമാലിക്കൽ, സിജിൻ ഉമ്മർ എന്നിവർ പ്രസംഗിച്ചു. പി.വി. സലാം, ടോണി കണ്ണായി, ജോജു പയ്യപ്പള്ളി, പി.എൻ. സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. മേത്തല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനവിനെതിരെ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. മേത്തല കീത്തോളി ജംഗ്ഷൻ വില്ലേജ് ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ DCC എക്സിക്യൂട്ടീവ് അംഗം PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സേവ്യർ പങ്കിത് അധ്യക്ഷത വഹിച്ചു. DCC എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ CG ചെന്താമരാക്ഷൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആൻഡപ്പൻ, ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ KG വിശ്വനാഥൻ, OP സതീശൻ, പ്രിൻസി മാർട്ടിൻ, PC ചന്ദ്രൻ, വിഷ്ണു എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അതിരപ്പിള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള ദൗത്യം വിജയം. മയക്കുവെടിവെച്ച് പിടികൂടിയ ആനയെ കോടനാട്ടെ അഭയാരണ്യ കേന്ദ്രത്തിൽ എത്തിച്ച ശേഷം ചികിത്സ ആരംഭിച്ചു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. 3 പീടിക സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ ഇന്നലെ വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. ചാലക്കുടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിനൊരുങ്ങി. ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി നിർവഹിക്കും. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.